ആത്തോ വില്ലേജിലെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മലയുടെ സൈഡിലേക്കൂടെ ഒരു ചെറിയ വഴിയുണ്ട്. അത് താഴേക്ക് വീഴാതിരിക്കാൻ ഇങ്ങനെ വേലിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു പാപ്പനും അമ്മാമ്മയും നല്ല വിശ്വാസികളായിട്ടുള്ളവർ അവരാണ് ഇവിടെ താമസിക്കുന്നത്. അത് വീട്ടിൽ ചെല്ലണമെന്ന് പ്രത്യേകം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അതുകൊണ്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. വീട് നല്ല മുകളിലാണ്. അപ്പോൾ നമ്മൾ ആ മലയിലേക്ക് കയറി ഇങ്ങനെ അതിൻ്റെ മുകളറ്റമാണിത്. താത്തോ വില്ലേജ് താഴെ മൊത്തം കാണാം. താത്തോ പാരീഷ കാണാൻ പറ്റില്ല, അത്രമാത്രം ഉണ്ട്. രണ്ട് മൂന്ന് കടമ്പകളൊക്കെ കടക്കണം. ഇവിടെ മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ കടമ്പകളൊക്കെ കിടക്കാം, മുള്ളുവേലി, അതിനെ ചവിട്ടുപടി, ഇതൊക്കെ ഡേഞ്ചറാണ് ഇതിലെ കടന്ന് നടക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ കടന്ന് അവരുടെ വീട്ടിലേക്ക് വിശ്വാസം കർത്താവിൻ്റെ വചനം എത്തിക്കാനുള്ള യാത്രയാണ് ഇതൊക്കെ. സഹനങ്ങളിലൂടെയുള്ള യാത്ര. ഇവിടെ ഇങ്ങനെ പട്ടികളൊക്കെ കാവലുണ്ട് അവർക്ക് കൂട്ടായിട്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ്. ഇവിടെ ഏലം കൃഷിയുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഏലത്തിൻ്റെ കൃഷിയാണ്. ഇതൊക്കെ ഏലമാണ്. ഇതൊക്കെ എൻ്റെ കൂടെ രണ്ടച്ഛന്മാരുണ്ട്. അവരും അങ്ങ് ദൂരെയാണ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സൈലൻ പട്ടി ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം മാമ ഇങ്ങനെ ഞങ്ങളെ നോക്കി നിൽക്കുക അവിടെ മുകളിൽ. ഇത് കടുക് കൃഷി ചെയ്തേക്കണതാണ്, ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തേക്കണതാണ്. ഇത് ഇവരുടെ ജീവിത മാർഗ്ഗമാണ് ഇതൊക്കെ. ഉരുളക്കിഴങ്ങ്, കടുക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തേക്കണം. അതുകൊണ്ട് ആ വീടിൻ്റെ പടമൊക്കെ ഒന്ന് കാണുന്നത്തെ ആളുകൾ. ഇങ്ങനെയുള്ളൊരു വീട് ഈ മുകളിൽ, മലയുടെ മുകളിൽ. ഈ വിറക് കത്തിക്കാനുള്ള വിറക് കൂട്ടി വെച്ചേക്കണം. ഇതൊക്കെ അവർ വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ ഒരു അസുഖം വന്നാൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. ഇവരിങ്ങനെ കണ്ട് ഇത് നമ്മൾ കാണണം. ഇവരുടെ വീട്ടിലേക്ക് കയറാനുള്ള ഒരു പടിയായത്. അപ്പോൾ പടിയൊക്കെ നമ്മൾ കർത്താവിൻ്റെ ഹിതം പോലെ ചവിട്ടി കയറി വേണം പോവാനേ. ജയ് ജീസു! എന്ത് സ്നേഹമാണെന്നറിയാം ഇവർക്ക്. ഇവർക്കുള്ള സ്നേഹം ഒരു ഭയങ്കര സ്നേഹമാണ്. നമ്മളിവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതല്ലേ, ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അവർ വയസ്സായാലും അവരുടെ മക്കളുടെ ഇതർമേ കേരളസേ ആയേ കേരളസേ. അവരൊക്കെ ഇങ്ങനെ സ്വന്തം കുറച്ചൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുക. ഈ മലയുടെ മുകളിൽ ദൂരെ നോക്കിയാൽ ഒരു അസുഖം വന്നാലൊക്കെ പോകാനായിട്ട് ഭയങ്കര സ്നേഹമാണ് ഇവർക്ക്. നമ്മൾ ആ പള്ളിയിൽ വെച്ച് കാണുന്ന അതേ സ്നേഹം. ഇത് എന്നെ അവിടെ വന്നായിരുന്നു നമ്മളെ क्या क्या खाया? चावल और मुर्गी। ये बना तो ये सेल करने का मुर्गी नहीं है, सेल करने का नहीं। अच्छा हम प्रार्थना ഒരു ഇത് നെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതിന് വിലയുണ്ട്. ഇതിന് 250 മുതൽ മുകളിലേക്കാണ് വില. ഏകദേശം 500 രൂപ വരെയൊക്കെയുള്ള വലിയ കൊട്ടകളൊക്കെ ഉണ്ട്. ഒരു 2 കെട്ട് വിറകൊക്കെ ഇതിലവർ കൊണ്ടുവരും. ഇതിപ്പോൾ പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഇലകൾ പറിച്ച് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കണം. അവരുടെ ആ അതെ. കണ്ടിട്ടുണ്ട്.